സോൾട്ടിൻ്റെ എൻ ഫാക്ടർ കാൽക്കുലേഷൻ പഠിച്ചു. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ടിലുള്ള ഒരു ആറ്റത്തിൻ്റെയും ഒരു കംപ്ലീറ്റ് റിയാക്ഷൻ്റെ ഒരു ആറ്റത്തിൻ്റെയും ഓക്സിജൻ സ്റ്റേറ്റ് വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ അയോണിക് ചാർജ് അല്ലെങ്കിൽ കാറ്റോണിക് ചാർജാണ് എൻ ഫാക്ടർ. പിന്നെ നമ്മൾ പഠിച്ചത് ഫസ്റ്റത്തെ കണ്ടീഷനാണ്. ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന് മാത്രം വ്യത്യാസം വരുന്നത്, ഒരു ആറ്റത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് മാത്രം വ്യത്യാസം വരുന്നത്. അപ്പം എത്രയാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് പെർ മോൾ ഓഫ് സോൾട്ട്, അതാണ് നമ്മുടെ എൻ ഫാക്ടർ. പിന്നെ പഠിച്ചതെന്ന് വെച്ചാൽ ആ കേസിൻ്റെ സബ് കേസസ് ആയിട്ട് ഒരു ആറ്റത്തിൻ്റെ എൻ ഫാക്ടർ, ഒരു ആറ്റത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് സച്ച് ദാറ്റ് ഒരുത്തന് എന്താണ് അവിടെ റിട്ടൈൻഡ് ആണ്, വേറെ ഒരുത്തൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് മാറിയിട്ടുണ്ട്. അതേ ആറ്റത്തിന് തന്നെ ഒരു കുറച്ച് ഭാഗങ്ങൾ റിട്ടൈൻഡ് ആയിട്ട് വരുന്നുണ്ട് ഓക്സിജൻ സ്റ്റേറ്റ്, പിന്നെ ഒരു ഭാഗങ്ങൾ മാറിയിട്ട് വരുന്നുണ്ട് ഓക്സിജൻ സ്റ്റേറ്റ്. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഡിവൈഡഡ് ബൈ മോൾസ് ചെയ്യണം. അതേപോലത്തെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ തന്നെ ഓക്സിജൻ സ്റ്റേറ്റ് രണ്ട് ഡിഫറൻറ്റ് സാധനങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിം പരിപാടി തന്നെ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വെച്ചാൽ രണ്ട് ആറ്റത്തിൻ്റെ വ്യത്യാസം വന്നു. രണ്ട് ആറ്റത്തിൻ്റെ ഒരു കമ്പൗണ്ടിൽ തന്നെ രണ്ട് ആറ്റത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ്സിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിന് എന്താ എൻ ഫാക്ടർ എന്ന് പറയുന്നതാണ് നമ്മൾ ഒരു ആറ്റത്തിൻ്റെ ഒരുത്തൻ്റെ മാത്രം വ്യത്യാസം വരുന്നുണ്ടല്ലോ, ആ ഒരു അതേ പരിപാടിയാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് പെർ മോൾ ഓഫ് സോൾട്ട്. ഇതേ ഡെഫിനിഷൻ തന്നെയാണ്. ഓക്കെ, അത് ഏകദേശം സെയിം തന്നെയാണ്. ആകെ ഒന്നാമത്തെ കണ്ടീഷനത്തെ 2-3 സബ് ടൈപ്സ് മാത്രമേ ഡിഫറൻറ്റ് വരുന്നു. പക്ഷേ ഒന്നാമത്തെ കണ്ടീഷൻ ഒന്നാമത്തെ പോലെ തന്നെ ഇവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് Fe2O4. ഇവിടെ നമുക്ക് ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടെത്താൻ വെച്ചാൽ കുറച്ച് മുഷ്കിലാണ്. കാരണം വെച്ചാൽ നമുക്ക് ഒന്നിൻ്റെ അറിയില്ല. പക്ഷേ നമ്മളൊരു കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ C2O4 ഈ 2- എന്നുള്ള കാര്യം എപ്പോഴും അറിഞ്ഞിരിക്കണം, അത് മറന്നിരിക്കരുത്. ദാറ്റ് മീൻസ് ഇത് 2- ഈ കംപ്ലീറ്റ് സാധനം 2- ആണ്, ഇത് +2 ആണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ Feയുടെ +2 ആണ് കിട്ടി. ഇനി കാർബൺ എത്ര ഇട്ടാൽ 2x - 8 = -2, ദാറ്റ് മീൻസ് x = +3 എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. റൈറ്റ്, x = +3 എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കോ, ഇവന് +2 ആണ്, +2 ആയിട്ട് ഇവൻ +3 ആയി മാറി. ശരി, നല്ല കുട്ടി. പിന്നെന്താണ്, കാർബൺ +3 ആണ്, +3 ആയിട്ട് ഇവിടെ +4 ആണ്. നോക്കി ചെയ്ത് നോക്കിയാൽ കിട്ടും, +4 ആണ്. ദാറ്റ് മീൻസ് ഇവന് എന്തായി, ഇലക്ട്രോൺ കൊടുത്ത് ഓക്സിഡൈസ് ചെയ്ത് പോരായിട്ട് ഇവനും ഇലക്ട്രോൺ കൊടുത്ത് ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഇലക്ട്രോൺ കൊടുത്തിട്ട് ഓക്സിഡൈസ് ചെയ്യുന്ന രണ്ട് ആറ്റംസ് ഇലക്ട്രോൺ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ആറ്റംസിലും ഓക്സിജൻ സ്റ്റേറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താ ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ആദ്യം കാർബണിലെ എത്രയാണ്, ഒരെണ്ണം ചേഞ്ച് 1, എത്ര എണ്ണം ഉണ്ട് ഇവിടെ, മോൾസ് 2. ഓക്കെ, പ്ലസ് അയണിലുള്ളതാണോ, ഒരെണ്ണം ചേഞ്ച് എത്ര എണ്ണം ഉണ്ട്, 1 ഉള്ളൂ. സോ 1 = 3. ഇതാണ് എൻ ഫാക്ടർ. ഡൺ, എൻ ഫാക്ടറായി. സന്തോഷമായല്ലോ, എൻ ഫാക്ടർ കിട്ടി. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഈ റിയാക്ഷൻ ഓക്സിഡേഷൻ ചെയ്യുന്ന സമയത്ത് ഓക്സിഡേറ്റ് ഉണ്ടല്ലോ, ഓക്സിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ +3 ആണ്. റൈറ്റ്, അപ്പോൾ ഇയാൾ ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ സാധനം ഓക്സിഡേഷൻ ചെയ്തിട്ട് ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം +3 ഇനി മാക്സിമം പോകാൻ +4, ബിക്കോസ് കാർബണിൻ്റെ ഇനി മാക്സിമം +4 ഉള്ളൂ. അപ്പോൾ കാർബണിൻ്റെ മാക്സിമം +4 ഉള്ള ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ CO2 ആണ്. അപ്പോൾ CO2 ഫോം ചെയ്യുന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത്, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ആരൊക്കെ ചെയ്യുന്ന നോക്കാം. ഇപ്പോൾ നമുക്കൊരു കാര്യം CO2 ഇത് -2 എന്നുള്ള കാര്യം നമ്മൾ ആ ഒരു ടേബിളിന് അടിക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും +1 ആണ്, ബിക്കോസ് 2 എണ്ണം -2 കറക്റ്റ് എന്താണ് 0 ആണ് ചാർജ്. അപ്പോൾ അതിനനുസരിച്ച് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ CO2+ കിട്ടുന്നുണ്ട്, SO2 കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കിക്കോ, ഇവൻ +1 ഇവൻ +2 ആയി. ഓക്കെ, ഇവൻ ഓക്സിഡേഷൻ ചെയ്തു. ശരി, കാരണം ഒരു ഇലക്ട്രോൺ. ഇനി ഇവിടെ എന്താ വരാൻ, ഇവിടെ ചെന്ന് ചോക്ക് SO പൊട്ടിച്ചോക്ക്, ഇവിടെ -+2. അപ്പോൾ ഇവിടെ +4 ആണുള്ളത്. അപ്പോൾ ഇവൻ -2 നിന്ന് +4 എത്തി, ഓക്സിഡേഷൻ നമ്പർ കൂടി. ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ നടന്നു, ഇവനും ഓക്സിഡേഷൻ നടന്നു, രണ്ടുപേരും ഓക്സിഡേഷൻ നടന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇവനും -2 നിന്ന് 4 പോയി. എത്രയാണ്, 6 ഉണ്ട്. അപ്പോൾ 6 പ്ലസ് ഇവനോ +1 ഓക്കെ ചേഞ്ച് +1 +2 അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ട് × 2, ദാറ്റ് ഈസ് 2 = 8 ആണ് എൻ ഫാക്ടർ. ഓക്കെ, എൻ ഫാക്ടർ അപ്പോൾ എത്ര കിട്ടി, 8 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയ്ക്കും ഈക്വലൻ്റ് വെയിറ്റ് ഓഫ് CO2s എന്ന് പറഞ്ഞാൽ അതിൻ്റെ CO2sൻ്റെ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ബൈ 8 ചെയ്താൽ മതി. ഇത്രയുള്ള എൻ ഫാക്ടർ ചെയ്താൽ മതി. ഇനി ഫൈൻഡ് ഔട്ട് ദി നമ്പർ എന്താ എൻ ഫാക്ടർ ഓഫ് SN2 ഇൻ ദി റിയാക്ഷൻ വിത്ത്, അപ്പോൾ നമ്മൾ പറയും SnC2O4 ഓക്സിഡേറ്റ് റിയാക്ഷൻ വിത്ത് KMnO4. അപ്പോൾ KMnO4 ഇൻ ദി എന്താണ് ബേസിക് മീഡിയം. അപ്പോൾ നമുക്കൊരു കാര്യം, ഓക്സിഡൈസ് KMnO4 ബേസിക് മീഡിയത്തിൽ ഇറ്റ്സ് എ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ദാറ്റ് മീൻസ് ഈ ചങ്ങനെ ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ ഈ ചങ്ങനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലി CO2 ഫോം ചെയ്യും എന്നുള്ള കാര്യം അറിയാം. പിന്നെ ഉള്ളത് ഇവന് ഓൾറെഡി -2 ആണെന്നുള്ള അറിയാം. അപ്പോൾ ഇവൻ എന്താ +2 ആണ്. ഇനി രണ്ടുപേരും ഓക്സിഡൈസ് ആവണം എന്നുള്ള രീതിയിൽ, അങ്ങനെ ആകുമ്പോൾ ചിന്തിക്ക് പ്രോബ്ലി SN+4 ഉണ്ടാവും. നമ്മൾ ഫുൾ റിയാക്ഷൻ ഒന്നും എഴുതുന്നില്ല, എനിക്ക് വേണ്ട ഭാഗങ്ങൾ അതുമാത്രം നമ്മൾ എഴുതും. പിന്നെയോ ഇയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്, ദാറ്റ് മീൻസ് ഇയാൾ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഇയാൾ +7 ആണുള്ളത്. +7 നമ്മൾ പഠിക്കണം ആസിഡിക് മീഡിയം, നമ്മൾ പഠിച്ചേക്കാൻ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആസിഡിക് മീഡിയത്തിൽ നിന്ന് +7 KMnO4 എന്തായിട്ട് മാറും, +2 ആയിട്ട് മാറും എന്നുള്ള കാര്യം. എൻ ഫാക്ടർ 5 ആണ്. സോ Mn
+2 ആണ് വരുന്നത്. ഇനി നമ്മൾ എടുത്താൽ വെച്ചാൽ n ഫാക്ടർ ഓഫ് ഈ പറഞ്ഞ സാധനം. അപ്പോൾ ഈ പറഞ്ഞ സാധനത്തിലാക്കിയ ഇവൻ നമ്മുടെ SN ഓക്കെ സ്റ്റെനിക്കിലേക്ക് മാറി. ഓക്കെ അപ്പോൾ +2 ഇവനെന്തായി +4 ഓക്കെ ഈ ചങ്ങായി ഓക്സിഡൈസ്ഡ് ആയി. കാർബൺ +3 ഞാൻ നേരത്തെ ഇപ്പോൾ 2 സെക്കൻഡ് മുമ്പേ പറഞ്ഞിട്ടുള്ളൂ. +3 ഇവിടെ എന്തായി +4 ആയി. ഇവന് ഓക്സിഡൈസ് ആയി. അപ്പം രണ്ടിലുള്ള മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. അപ്പോൾ ഇവന് 3 ൽ നിന്ന് 4 1 പക്ഷേ 2 ഉണ്ട്. അപ്പോൾ 2 പ്ലസ് ഇവ 2 ൽ നിന്ന് 2 പോയി 2 പക്ഷേ ഒരെണ്ണേ ഉള്ളൂ. സോ 2 ടോട്ടൽ 2 + 2 ദാറ്റ് ഈസ് 4. n ഫാക്ടർ 4 എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. n ഫാക്ടർ ഈസ് 4. ഓക്കെ ഇനി വെൻ മോർ ദാൻ 1 ആറ്റം ആർ ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ രണ്ട് ആറ്റംസ് ഒരു കോമ്പൗണ്ടിലത്തെ 2 ആറ്റംസും ഓക്സിഡൈസിങ് ചെയ്തതാണ്. ഇവൻ ഓക്സിഡൈസ് ആയി ഇവനും ഓക്സിഡൈസ്ഡ് ആയി രണ്ടുപേരും ഓക്സിഡൈസ് ചെയ്യുന്നത്. ഇനി 2 ആറ്റംസും അപ്പോൾ 2 ആറ്റംസും റെഡ്യൂസ് ആവുന്നുണ്ടെങ്കിൽ അവിടെയുള്ള n ഫാക്ടർ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡൈസ് ആവുന്ന അതേ n ഫാക്ടർ കാൽക്കുലേഷൻ ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ തന്നെ പെർ മോൾ ഓഫ് സോൾട്ട്. ബിക്കോസ് എന്താ വലിയ വ്യത്യാസമില്ല ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും എന്താ വ്യത്യാസം ഇത്ര തന്നെ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ NO3യുടെ നമുക്കറിയാം -1 എന്ന കാര്യം നമ്മൾ അത് അറിഞ്ഞിരിക്കണം. NO3യുടെ -1 കാരണം ഇതിൻ്റെ ചാർജ് കാൽക്കുലേഷൻ ദാറ്റ് മീൻസ് എക്സ് എനിക്ക് എന്നിൻ്റെ അറിഞ്ഞൂടെ x -6 3 × 2 6 =-1 x =5 അതുകൊണ്ട് +5 കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാം നമ്മൾ ഈ XY കോൺസെപ്റ്റ് വെച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം XY കോൺസെപ്റ്റ് നമുക്ക് FEയുടെ അറിഞ്ഞൂടാ എന്നിൻ്റെ അറിയില്ല ആകെ ഓക്സിജൻ അറിയുള്ളൂ. അപ്പോൾ അത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. XY കോൺസെപ്റ്റ് വെച്ച് എല്ലാത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് നടത്താൻ പറ്റില്ല. പിന്നെ നമുക്ക് സ്ട്രക്ചർ അറിയണം. എല്ലാത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയാവോ ഇല്ല. അന്നേരം നമ്മൾ ഇതുപോലത്തെ കുറച്ച് ചാർജസ് ഇതുപോലത്തെ കുറച്ച് കൂട്ടങ്ങളായിട്ടുള്ള എലമെൻസിൻ്റെ ചാർജസ് അങ്ങ് പഠിച്ചു നോക്കണം. ഇത് -1 -3 ഇപ്പോൾ ഇവിടെ +3 അപ്പം ഇത് ഫെറസ് Fe +3 അത് +2ലേക്ക് മാറി. ദാറ്റ് മീൻസ് ഈ ചങ്ങായി എന്തായി റെഡ്യൂസ്ഡ് ആയി +2ലേക്ക് മാറി. അതായത് ഒരു ഇലക്ട്രോണെ സ്വീകരിച്ച് ഇവൻ റെഡ്യൂസ്ഡ് ആയി. ഗുഡ്. ഇനി ഇവിടെ ഇവൻ +5 ആണ്. ഓക്സിജന് ഒരു വ്യത്യാസമില്ല. ഇവൻ -2 തന്നെ. ഇവിടെ എന്താ +2 തന്നെ റൈറ്റ്. അപ്പോൾ ഇവൻ +5ൽ നിന്ന് എന്തിലേക്ക് പോയി +5ൽ എന്തിലേക്ക് പോയി +2ലേക്ക് പോയി. ദാറ്റ് മീൻസ് 3 ഇലക്ട്രോൺ കൊടുത്ത് റെഡ്യൂസ്ഡ് ആയി. അപ്പോൾ 2 പേരും റെഡ്യൂസ്ഡ് ആയി. ദാറ്റ് മീൻസ് ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. അപ്പം FEയുടേത് 3ൽ നിന്ന് 2 അപ്പം 1 × ഒരെണ്ണേ ഉള്ളൂ. ദാറ്റ് മീൻസ് 1 പ്ലസ് ടോട്ടൽ മോൾസ് ഇലക്ട്രോൺ. ഇനി നൈട്രജൻ 5ൽ നിന്ന് 2ലേക്ക് പോയി. ദാറ്റ് മീൻസ് 3 എണ്ണം ഉണ്ട്. ഇനി എത്ര നൈട്രജൻ ഉണ്ട് 3 നൈട്രജൻ കാരണം 3 കംപ്ലീറ്റ് 3 അല്ലേ. അപ്പം 3 നൈട്രജൻ ദാറ്റ് മീൻസ് 3 9 + 1 10 ആണ് എന്ത് n ഫാക്ടർ എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ 2 ആറ്റംസിൻ്റെ വ്യത്യാസങ്ങൾ. ആദ്യത്തെ നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൽ ഒരു വ്യത്യാസം മാത്രം വരും. അപ്പോൾ നമുക്ക് n ഫാക്ടർ ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ പെർ മോൾ ഓഫ് സോൾട്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഫുൾ സീരീസ് പറഞ്ഞു പോകാം ജസ്റ്റ് ഒന്ന്. അപ്പം ആ ഒരു ആറ്റത്തിൽ തന്നെ ആ ഒരു എലമെൻറ്റ് തന്നെ എന്താ ഒരുത്തൻ റിട്ടൈൻഡ് ഒരുത്തൻ മാറിയിട്ട് ഡിഫറെൻറ്റ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഹോൾ ഡിവൈഡ് ബൈ മോൾസ് ചെയ്യും. ഓക്കെ അതൊക്കെ ചെയ്തു. പിന്നെ 2 ആറ്റത്തിൻ്റെ വ്യത്യാസങ്ങൾ വരുമ്പോൾ 2 ആറ്റത്തിന് ഓക്സിഡൈസ്ഡ് ആവാം അതൊരു കേസ്. 2 ആറ്റം ഒരുമിച്ച് റെഡ്യൂസ്ഡ് ആവാം ഒരു കേസ്. ഇനി ഒരു കോമ്പൗണ്ടിൽ ഒരു ആറ്റം ഓക്സിഡൈസ് ആവുന്നു ഒരു ആറ്റം റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ n ഫാക്ടർ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കേണ്ടത് വെച്ചാൽ ഇലക്ട്രോൺസ് ഇവിടെ ഗെയിൻ ആവുന്നത് മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡും മോൾസ് ഓഫ് ഇലക്ട്രോൺസ് റെഡ്യൂസ്ഡും സെയിം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും n ഫാക്ടർ എന്നാൽ ഐദർ മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് അല്ലെങ്കിൽ മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് എന്നുള്ള കാര്യം പറയാൻ പറ്റും. ഇനി മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റും സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് മൈനസ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം മോഡ് ചെയ്യാം. ഓക്കെ മോഡ് ചെയ്യുന്ന ബിക്കോസ് ഏതാ വലുത് ഏതാ ചെറുതൊന്നും അറിയില്ല. പക്ഷേ നെഗറ്റീവ് ഒരിക്കലും n ഫാക്ടർ വരാൻ പാടില്ല അത്രേ ഉള്ളൂ. ഇവിടെ നോക്കിക്കോ KClO3 നമുക്ക് ആദ്യം ഒരു കാര്യം അറിയാം. ക്ലോറിന് ഓക്സിജൻ വന്നത് ക്ലോറിൻ കൂടുതൽ ഇലക്ട്രോണെഗറ്റീവ് ഓക്സിജൻ. അപ്പം ക്ലോറിൻ ഇനി നെഗറ്റീവ് ഒന്നും വരില്ല എന്ന കാര്യം മനസ്സിലായി. ഇവിടെ K+ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഗസ് അടിക്കാം. ഓക്കെ ടോട്ടലായിട്ട് -1 ആണ്. ദാറ്റ് മീൻസ് ക്ലോറിൻ്റെ ആണ് x -6 =-1 ദാറ്റ് ഈസ് x +5. അപ്പോൾ ക്ലോറിൻ്റെ മോൾ +5 എന്ന കാര്യം മനസ്സിലായി. എനിക്ക് പൊട്ടാസ്യത്തിൻ്റെ ഒരു വ്യത്യാസമില്ല +1 തന്നെ ഉണ്ട്. ക്ലോറിൻ ആണെങ്കിലോ +5 നിന്ന് -1ലേക്ക് പോയി +5 അപ്പോൾ ഇയാൾ ഇലക്ട്രോൺ വാങ്ങി റെഡ്യൂസ് ചെയ്തു. റിഡക്ഷൻ എത്ര റിഡക്ഷൻ 6 ഇലക്ട്രോൺ ചങ്ങായി റെഡ്യൂസ് ചെയ്തു. ഓക്കെ ഇനി ഓക്സിജൻ ആണെങ്കിലോ ഇവിടെ -2 ഉണ്ട്. -2ൽ നിന്ന് എത്രയിലേക്ക് പോയി 0ലേക്ക് പോയി. ദാറ്റ് മീൻസ് അയാളും എത്ര ഇലക്ട്രോൺ റെഡ്യൂസ് ചെയ്തു -2 × 3 ദാറ്റ് മീൻസ് 6 ഇലക്ട്രോൺ റെഡ്യൂസ്. അപ്പം നോക്കിക്കോ 6 ഇലക്ട്രോൺ റെഡ്യൂസ്ഡ് 6 ഇലക്ട്രോൺ കൊടുക്കിയത് അല്ലേ ഓക്സിഡൈസർ. 6 ഇലക്ട്രോൺ ഗെയിനും ഉണ്ട് ഇലക്ട്രോൺ ലോസും ഉണ്ട്. അത് രണ്ടും സെയിം ആണെന്ന് നമ്മൾ പറയും 6 ആണ് n ഫാക്ടർ. ഓക്കെ അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ. ഇനി ഇതേ റിയാക്ഷൻ്റെ മുമ്പ് ഇത് ആക്ച്വലി ഫുൾ റിയാക്ഷൻ അല്ല ഇതിൻ്റെ മുമ്പ് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഓക്കെ നമ്മളോട് കാണിച്ച ബിഹേവിയർ ഓഫ് എ എന്നാണ് ചോദിക്കുന്നത്. അത് റെഡ്യൂസിങ് ഏജൻ്റ് ആണോ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണോ. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആക്ച്വലി മറ്റുള്ള ആൾക്ക്
മറ്റുള്ള ആൾ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് അയാൾ എന്താവാൻ, ഓക്സിഡൈസ് ആവുന്ന. ദാറ്റ് മീൻസ് അയാൾ ഓക്സിഡൈസ് ആവുന്നുണ്ടെങ്കിൽ അയാൾ ഇലക്ട്രോൺ കൊടുത്തിട്ടാണ്, അയാളുടെ ഇലക്ട്രോൺ സ്വീകരിച്ചിട്ടാവണം ഈ പറഞ്ഞ ആൾ റെഡ്യൂസ് ആവേണ്ടത്. അങ്ങനെയാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അല്ലെങ്കിൽ ഇയാളിപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അയാൾ ഇയാളുടെ ഈ ചങ്ങായിൻ്റെ ഇലക്ട്രോൺ വാങ്ങിയിട്ടാവണം അയാൾ മറ്റൊരുത്തനെ ഓക്സിഡൈസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ് ക്ലോറിൻ എന്താ സംഭവിച്ചാൽ റെഡ്യൂസ്ഡ് ആയി. ക്ലോറിൻ റെഡ്യൂസ്ഡ് ആയി മീൻസ് ക്ലോറിൻ ഇലക്ട്രോൺ വാങ്ങി. ക്ലോറിൻ ആരടുത്തുനിന്ന് ഇലക്ട്രോൺ കിട്ടിയത്, ഈ ഓക്സിജൻ്റെ അടുത്തു നിന്നാണ്. ഓക്സിജൻ -2 ഉണ്ടല്ലോ, -6, ആ ഇലക്ട്രോൺസ് ആണ് ക്ലോറിന് ലഭിച്ചത്. ഓക്കെ, അതേപോലെ ഓക്സിജൻ എന്തായി, ഓക്സിഡൈസ്ഡ് ആയി. അപ്പോൾ ഓക്സിജൻ റെഡ്യൂസ്ഡ് ആയി മീൻസ് 6 ഇലക്ട്രോൺ ഒഴിവാക്കി. ആ 6 ഇലക്ട്രോൺ ഒഴിവാക്കിയത് ആരാണ് വാങ്ങിയത്, ഈ ചങ്ങയാണ്, ക്ലോറിനാണ് വാങ്ങിയത്. ദാറ്റ് മീൻസ് ഒരു മോളിക്യൂളിൽ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർ തന്നെയാണ് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ഓക്സിഡൈസ്ഡും റെഡ്യൂസ്ഡും ആകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞ ആൾ അവിടെ ഒരു റോളും ഇല്ല, അയാൾക്ക് ഒരു റോളും ഇല്ല. അതുകൊണ്ട് തന്നെ അയാൾ ഒരു റെഡ്യൂസിങ് ഏജൻ്റ് അല്ല, ഓക്സിഡൈസിങ് ഏജൻ്റ് അല്ല. കാരണം അയാൾ ഇലക്ട്രോൺ കൊടുത്തിട്ടൊന്നുമല്ല മറ്റേ റെഡ്യൂസ് ചെയ്തത്, അതേപോലെ അയാൾ ഇലക്ട്രോൺ വാങ്ങിയിട്ടൊന്നുമല്ല മറ്റേ ഓക്സിഡൈസ് ചെയ്തത്. അതുകൊണ്ട് അയാൾ ഒന്നും അല്ലാത്തതുകൊണ്ട് അയാൾ ഞണ്ണാണെന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സിമിലർലി ഈ റിയാക്ഷൻ നോക്കി നോക്കാം, NH4. അപ്പം നമുക്കൊരു NH4+ എന്ന കാര്യം. അപ്പോൾ നമ്മൾ പ്ലസ്, അങ്ങനെ 2 പ്ലസ് ഉണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഈ സാധനത്തിന് -2 എന്ന കാര്യം മനസ്സിലായി. ഇനി ഓരോന്നിൻ്റെയും ഓക്സിജൻ സ്റ്റേറ്റ് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. എക്സ് പ്ലസ് ഹൈഡ്രജൻ 4 = +1, ദാറ്റ് ഈസ് x = -3. ഇപ്പോൾ ഇവിടെ -3 എന്നുള്ള കാര്യം മനസ്സിലായി. സോറി, വൃത്തിക്ക് ചെയ്തിട്ട് -3 എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ഇവൻ്റെ ആണെങ്കിലോ 2x + -14 എന്ന് പറഞ്ഞാൽ -2, ഓക്സിഡേറ്റിന് -2 ആണ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. സോ 2x = 12, x = 6. അപ്പോൾ ഇവൻ്റെ +6 എന്നുള്ള കാര്യം മനസ്സിലായി, ഓക്സിജൻ സ്റ്റേറ്റ്. ഇനി ഇവൻ്റെ 0 ആണ്. ഓക്കെ, -3 നിന്ന് 0 ഇലക്ട്രോണോ കൊടുത്തു, ഓക്സിഡേഷൻ നടത്തു. +6 നിന്ന് ഇവനെത്രയാണ്, 2x - 6 = 0. സോ x = 0. ഇവൻ്റെ +3 6 നിന്ന് 2. അപ്പോൾ ഇവിടെ 3 ഉണ്ട്, 3 × 2 6. ഓക്കെ, 6 റെഡ്യൂസ്ഡ്. കാരണം അപ്പോൾ നോക്കുക 6 ഓക്സിഡൈസ്ഡ്. നമ്മൾ ഇവിടുത്തെ കാര്യം ഒന്ന് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യാൻ നോക്കരുത്. നമ്മൾ ജസ്റ്റ് നോക്കണം എത്ര ഡിഫറൻസ് 3 ഉണ്ട്. 3 × 2 അതാണ് എത്ര മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്. ദാറ്റ് മീൻസ് ഇവിടെ 6 ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ആണ്. 6 റെഡ്യൂസ് എന്ന കാര്യം മനസ്സിലായി, 6 ഓക്സിഡൈസ് എന്ന കാര്യം മനസ്സിലായി. അത് രണ്ടും ഒരു മോളിക്യൂൾ കാറാൻ തന്നെയാണ് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്സിഡൈസും റെഡ്യൂസും ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ ഏൻ്റെ ഒരു ഉപയോഗമില്ല. അപ്പോൾ ഞണ്ണാണ് അയാളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ഓഫ് ദാറ്റ് ഈസ് നൺ. ഫാക്ടർ 6 കിട്ടിയിട്ടുണ്ട്, ബിക്കോസ് ഇലക്ട്രോൺ ഗെയിനും ലോസും സെയിം ആയതുകൊണ്ട്, നമ്പർ സെയിം ആയതുകൊണ്ട്. ഇനി SCN, ഇതൊരു നല്ല ക്വസ്റ്റൻ. SCNൻ്റെത് ഒന്നാമത് SCNൻ്റെ നമുക്ക് ഇവിടെ -1. ഓക്കെ, നമുക്കൊന്നും അറിയില്ല SCNനെ പറ്റിയിട്ട്. SCN ഇതിൻ്റെ നമുക്ക് അറിഞ്ഞൂടെ, കാർബൺ അറിയില്ല, നൈട്രജൻ അറിയില്ല, ഒന്നിൻ്റെയും എന്താ അറിയില്ല, ഓക്സിജൻ സ്റ്റേറ്റ് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, SCNൻ്റെ നമ്മളെ ബേസിക് ഓക്സിജൻ സ്റ്റേറ്റിൻ്റെ സ്ട്രക്ചർ അങ്ങോട്ട് ആയിരിക്കും. SC ട്രിപ്പിൾ ബോണ്ട് N. ഇവിടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക, ആരാണ് കൂടുതൽ ഇലക്ട്രോൺ, ഇവൻ -ഇവൻ +1 വരും. ഇവിടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു +3 വരും, ഇവിടെ ഒരു -3 വരും. ഓക്കെ, ഇനി അപ്പം നമുക്കൊരു മനസ്സിലായി. ഓക്കെ, ശരി, ഇവൻ്റെ മുകളിൽ +4 ചാർജ്, ഇവൻ്റെ മുകളിൽ -3 ചാർജ്. ഇനി ഇവിടെ ഒരു എക്സ്ട്രാ നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് ശരിക്കും ആർക്കാണ് കിട്ടുക? ആ നെഗറ്റീവ് ഉണ്ടല്ലോ, ആ നെഗറ്റീവ് ആര് വകയുള്ള നെഗറ്റീവ്, അല്ലെങ്കിൽ ആർക്കാണ് ആ നെഗറ്റീവ് ആക്ച്വലി കിട്ടേണ്ടത്? ഇപ്പോൾ ഇവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാത്തത്, നൈട്രജൻ 3 ബോണ്ട് ഉണ്ടാക്കുന്നത്, എപ്പോഴും 3 ബോണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ വാലൻസ് വെച്ച് തിരിച്ചു നോക്ക്. പിന്നെ കാർബൺ 4 ബോണ്ട് ഉണ്ടാക്കുന്ന ഒക്ടറ്റ് കംപ്ലീറ്റ്. പക്ഷേ സൾഫർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഫാമിലീസ് ഒക്കെ എന്താ 2 ബോണ്ട് ഉണ്ടാക്കുന്ന ടീംസാണ്. ഇവർ 2 ബോണ്ട് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ആക്ച്വലി എന്താ വാലൻസ് കംപ്ലീറ്റ് അല്ല. അപ്പോൾ ആ എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ആ നെഗറ്റീവ് ചാർജ് ഇവന് കിട്ടേണ്ടതായിരുന്നു. ദാറ്റ് മീൻസ് സൾഫറിൻ്റെ മുകളിൽ ആക്ച്വലി -2 ചാർജ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇവൻ്റെ മുകളിൽ +4 ഉണ്ട്, ഇവൻ്റെ മുകളിൽ -3 ഉണ്ട്. അങ്ങനെ എല്ലാം കൂട്ടിക്കാൻ എനിക്ക് മനസ്സിലാവും -1 വരുന്നുണ്ട്. ആ -1 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇവൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും നമുക്ക് ചാർജസ് മനസ്സിലായി. ഇനി ഇവിടെ സൾഫറിന് ഇത് +6 ആണെന്ന് അറിയാം, കാരണം SO4 -2 എന്നാണ് അറിയാം. സോ x - 8 = -2, x = +6. പിന്നെ +6 കിട്ടി. ദാറ്റ് മീൻസ് -2 +6 പോയി. ദാറ്റ് മീൻസ് എത്രയാ, 8 ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഓക്സിഡൈസ്ഡ് ആണോ റെഡ്യൂസ്ഡ് ആണോ, ഓക്സിഡൈസ്ഡ് ചെയ്തു. അതേപോലെ കാർബണോ, നൈട്രജൻ ഒരു വ്യത്യാസമില്ല, പിന്നെ ആകെ ഉള്ളത് കാർബണാണ്. കാർബൺ എന്താ പരിപാടി, കാർബണ് +4 നിന്ന് +2, ദാറ്റ് മീൻസ് 2 ഇലക്ട്രോൺ കിട്ടി, 2 ഇലക്ട്രോൺസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ 2 ആറ്റംസിന് ഓക്സിജൻ ഡിഫറൻസ് ഉണ്ട്. ഒരുത്തൻ റെഡ്യൂസ് ചെയ്യുന്നു, ഒരുത്തൻ ഓക്സിഡൈസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും, എന്താ പറയാൻ പറ്റുക, ഇവിടെയുള്ള ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ 8 - 2 എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് 6. ദാറ്റ് മീൻസ് എന്താണ് 6 ആണ് N ഫാക്ടർ.
ഇവിടെ ഈ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഒന്നുള്ളതുകൊണ്ട് ഒന്നൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടുണ്ടെങ്കിൽ രണ്ട് അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടണം. ഓക്കെ, കാരണം ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ കാണുന്ന ഡിഫറൻസ് അല്ല, ആ ഡിഫറൻസ് ഇൻറ്റു എത്ര മോൾസ് ഓഫ് കാർബൺ എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഇനിയുള്ളത് ഇവിടെ എഫ് ഈ പറഞ്ഞ സാധനം, ഇതെന്താ സാധനം, ഈ 0.93 ഒക്കെ ഒരു എഫിൻ്റെ മുകളിൽ അതിൻ്റെ ഡൗട്ട് ഉണ്ടാവും അല്ലേ. അത് FE3+ ആയി മാറി. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം എന്താ ആദ്യം ചിന്തിക്കുക Fe2+, 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 O2 - Fe2-. ഇവിടെ നിന്ന് കുറച്ച് Fe2+നെ 3 Fe2+നെ ഒഴിവാക്കിയാണ് പുറത്തോട്ടേ കൊണ്ടുപോയി. എന്നിട്ടോ ആ ഇവിടെ എത്ര 6 ചാർജ് +6ൻ്റെ കുറവുണ്ട്, കാരണം ഇവിടെ ഞാൻ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് +6നെ. ആ +6നെ ഉള്ളോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2 Fe3+, അപ്പം +6 ചാർജ് ആയില്ലേ. 2 Fe3+ എന്ന് പറഞ്ഞാൽ 3 Fe2+ൻ്റെ അത്ര ചാർജ് തന്നെയല്ല. അപ്പോൾ ഉള്ളോട്ടേക്ക് 2 Fe3+നെ കൊണ്ടുവന്ന് അതിനപ്പോൾ ചാർജിനൊക്കെ സ്റ്റേബിളാക്കി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഈ പറഞ്ഞ കമ്പൗണ്ടിനുള്ളിൽ കുറച്ച് Fe2+ ഉണ്ട്, കൂടുതൽ Fe2+ ആണുള്ളത്, പിന്നെ കുറച്ച് Fe3+ ഉണ്ട് എന്ന കാര്യം അർത്ഥമല്ലേ. അപ്പോൾ അതാണ് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയിട്ട് അതിൻ്റെ എല്ലാ ഓക്സിജൻ സ്റ്റേറ്റ്സും അതിൻ്റെ എല്ലാം സമ്മേഷൻ അല്ലെങ്കിൽ എന്താ അതിൻ്റെ എല്ലാം കോൺസെൻട്രേഷൻസ് എല്ലാം എന്താ പറയുക, അതിൻ്റെ എല്ലാം അമൗണ്ട്സ് എല്ലാം അതിൻ്റെ എല്ലാം മോൾസ് എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു ആവറേജ് ആണ് എന്ത് 0.93 എന്ന കാര്യം മനസ്സിലാക്കുക. സോ അത്തരത്തിലുള്ള ഒരു ആറ്റം തന്നെ, അതേ ഒരു ആറ്റം തന്നെ അല്ല, ഒരു കോമ്പൗണ്ടിൽ തന്നെ 2 തരത്തിലുള്ള ഓക്സിജൻ സ്റ്റേറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നോൺ സ്റ്റോഷിയോമെട്രിക് അല്ലെങ്കിൽ ബെർത്തലോയിഡ്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ സംഭവിച്ച് ഇവിടെ Fe3+ ആണുള്ളത്. ഓക്കെ, നമുക്ക് എന്താ സോൾവ് ചെയ്യേണ്ട, എൻഫാക്ടർ കണ്ടെത്തണമാണ്. ഇപ്പോൾ ടോട്ടൽ മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, ഇവിടെ Fe3+ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് Fe3+ ഉണ്ടാവും, കുറച്ച് Fe2+ ഉണ്ടാവും. അതാണ് Fe3+ മാറി. Fe3+ ഒന്നും ഒന്നുമില്ല വ്യത്യാസമില്ല. പക്ഷേ Fe2+ എന്തായി, ഓക്സിഡൈസ്ഡ് ആയി, അന്നേരം Fe3+ലേക്ക് മാറി. അപ്പോൾ എനിക്ക് Fe2+ൻ്റെ അളവ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. അന്നേരം അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ് അളവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അളവ് ഇതാണ് 1 ഇൻറ്റു ആ ഒരു അളവായിരിക്കും എന്ത് എൻഫാക്ടർ എന്ന് പറയാൻ പറ്റും. ബിക്കോസ് മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ പറയും ഓക്കെ ശരി, ഞാൻ പറയും X മോൾസ് ഓഫ് എന്തുണ്ട് Fe2+ ഉണ്ടെന്ന് പറയാം. അതേപോലെ ഒരു ടോട്ടൽ 0.3 രണ്ടും കൂട്ടിയിട്ട് 0.3 ആണെങ്കിൽ 0.93 മൈനസ് X ദാറ്റ് ഈസ് Fe3+ൻ്റെ അളവ്. നമുക്കറിയാം ഇവിടെ -2 ആണ്, ഇവിടെ +2 ആണ്. അപ്പോൾ രണ്ടുപേരും കാരണം ഉണ്ടാകുന്ന ചാർജ് എന്ന് പറയുന്നത് പ്രോബബ്ലി 0 ആണ്. സോ പ്രോബബ്ലി 0 എന്നല്ല, പ്രോബബ്ലി 2 ആണ്. ബിക്കോസ് ഇവിടെ -2, ഇനി ഇവിടെ സ്വാഭാവികം +2 ആണ്. അപ്പം പറയും X ഇൻറ്റു പ്ലസ് 0.93. ഇവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്, അത് കാരണമുള്ള ചാർജസ് അല്ലേ. അപ്പോൾ ചാർജസ് എന്ന് പറഞ്ഞാൽ വെറും X എന്ന് ഇങ്ങനെ എഴുതാൻ അത് മാസമല്ല എഴുതുന്നത്. ദാറ്റ് മീൻസ് ഇങ്ങനെ എഴുതാൻ പറ്റും 2 ഇൻറ്റു X. എല്ലാ ഡൗട്ടാണ് 2X എന്ന് എഴുതാം, അതാ ബെറ്റർ. 2X പ്ലസ് 0.93 മൈനസ് X ഇൻറ്റു അത് 3 അല്ലേ, 3 = 0. ഇവിടെ നമുക്ക് Xൻ്റെ വാല്യൂസ് കിട്ടും. Xൻ്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലി എന്തായാലും കിട്ടി Fe2+ൻ്റെ അളവ് കിട്ടി. ആ Fe2+ൻ്റെ അളവ് കിട്ടിയെന്ന് വെച്ചാൽ എന്താ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇൻറ്റു ആ ഒരു Xൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് ദി എൻ ഫാക്ടർ. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെയാണെങ്കിലോ Fe3+ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ Fe3+ ഉണ്ടാവും, കുറച്ച് Fe2+ ഉണ്ടാവും, അതാണ് Fe3+ലേക്ക് മാറിയത്. അപ്പോൾ Fe2+, അപ്പോൾ അത് കോൺസിക്വൻ്റ് അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ടു കാൽക്കുലേറ്റ് ദി എൻ ഫാക്ടർ ഓഫ് നോൺ സ്റ്റോഷിയോമെട്രിക് ദാറ്റ് മീൻസ് ബെർത്തലോയിഡ് കോമ്പൗണ്ട്സിൻ്റെ വി നീഡ് ടു കാൽക്കുലേറ്റ് ദി മോൾസ് ഓഫ് ദി മെറ്റൽ ഹാവിംഗ് ഡിഫറെൻറ്റ്. അപ്പോൾ എന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ ഇതുപോലത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങളുടെ മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മോൾസിലെ എൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് Fe2+ൻ്റെയും ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷനിൽ Fe2+, Fe3+ൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താണ് മോളാർ റേഷ്യോയിൽ എത്ര ഉണ്ട് എന്നല്ല, അതിൻ്റെ മോൾസ് കിട്ടണോ വേണ്ടി എന്നുള്ള ചോദ്യത്തിന് നമ്മൾ പറയും ഓക്കെ ആ മെത്തേഡ് വെച്ചിട്ടല്ലേ ആദ്യം നമ്മൾ ഇതിന് ഇത്ര മോൾസ് എന്ന് വിളിച്ച് തന്നിട്ട് നമ്മൾ ചാർജൊക്കെ ഇക്വേറ്റ് ചെയ്ത് ഓക്കെ അങ്ങനെയാണ്, അപ്പം അതിൻ്റെ ഒരു മോൾസ് കിട്ടണം എന്നുള്ള കാര്യം വെച്ചിട്ട് നമ്മൾ പറയും ഓക്കെ ദാറ്റ്സ് എ ട്രൂത്ത്. പക്ഷേ അത് ആക്ച്വലി ഫോൾസ് ആണ്. അത്രയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം പറഞ്ഞ മെത്തേഡ് ഞാൻ ഇങ്ങനെയും ചെയ്യുക, അതേപോലെ ഈ രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കലുണ്ട്. Fe2+ൻ്റെ Fe3+ൻ്റെ അളവ് കിട്ടണം, അത് ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കലുണ്ട് എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, നമുക്ക് നോക്കാം. ഇത് Fe9.3 നമ്മളോട് എന്താ അർത്ഥം, ഇവിടെ -2 ചാർജ് ഉണ്ട്, ടോട്ടൽ ചാർജ് 0 ആണ്. അപ്പോൾ ഞാൻ പറയും 0.93 ഇൻറ്റു ആ ടോട്ടൽ ചാർജ് X അതിൻ്റെ മുകളിൽ X = എനിക്ക് പറയാൻ വേണ്ടി -2 എന്ന് പറയാൻ പറ്റും. സോറി +2, കാരണം ടോട്ടൽ ചാർജ് +2, അപ്പോൾ ഇവിടെ +2 ആവണം റൈറ്റ്. ഇവിടെയുള്ള ടോട്ടൽ ചാർജാണ് +2 ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെയുള്ള ചാർജ് ഇപ്പോൾ ഉള്ള ഓക്സിജൻ സ്റ്റേറ്റ് 2 എന്നല്ല, അതൊരു ഡൗട്ട് ഉണ്ടാവും. അത് കുറച്ച് ഡൗട്ട് വരും. ഇപ്പം എനിക്ക് ഡൗട്ട് ഇല്ലെങ്കിൽ പോലും കുറച്ച് ഡൗട്ട് വരും. ഞാൻ ഉദ്ദേശിച്ചത്
ഇതാ ഇവിടെ ടോട്ടൽ ചാർജ് എന്താവണം +2 ആവണം. ദാറ്റ് മീൻസ് പോയിന്റ് ഇത്രയും. ഇപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഇങ്ങനെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയൂലേ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് നമ്മൾ വിളിക്കും, റൈറ്റ്. എന്നിട്ട് നമ്മൾ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ 1 × -2, അതേപോലെ ഇവിടെ 0.93 × x, അത് എത്ര വേണോ അത് 2 വേണം. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമുക്ക് എക്സ് കിട്ടും, ദാറ്റ് ഈസ് 2 / 0.93 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള ആക്ച്വൽ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 2 / 0.93 ആണ്. അപ്പോൾ എത്ര കോർഡിനേറ്റ് അത് 2 - 2 / 0.93 കോർഡിനേറ്റ് ഉണ്ട്. ശരി, ഇൻറ്റു നമ്മൾ ഇത് മാത്രം ചെയ്താൽ പോരാ, ഇതിൻ്റെ മോൾസ് ആയിട്ട് മൾട്ടിപ്പിൾ ആണ്, ഇൻറ്റു 0.93 കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ആക്ച്വൽ എൻ ഫാക്ടർ കിട്ടും. ഇത്രയും മെനക്കെടേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ നമ്മളെന്തിനാ മറ്റേ മോൾസ് എന്താ എത്ര നമ്പർ എത്ര Fe3+, Fe2+ ഒക്കെ എന്തിനാണ് കണ്ടുപിടിച്ചത്? അത് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നമുക്കിനി കൺസെപ്ച്വലായിട്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കണ്ടുപിടിച്ചത്. പക്ഷേ അതിൻ്റെ മെത്തേഡൊന്നുമില്ല, അതിൻ്റെ നിർബന്ധമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ സാധാരണ പരിപാടി ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാണെന്ന് മാത്രം കിട്ടിയാൽ മതി. അതിവിടെ +2 ആണെന്നുള്ള നിർബന്ധങ്ങളോട് 0.93 × x അത് +2 ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ എക്സിൻ്റെ വാല്യൂ ദാറ്റ് മീൻസ് ഈ ഓക്സിജൻ സ്റ്റേറ്റ് കിട്ടും. ഈ ഓക്സിജൻ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് എത്ര കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കുറക്കലുണ്ടല്ലോ 2 - x, ദാറ്റ് ആ എക്സിൻ്റെ വാല്യൂ അറിയാം, എന്നിട്ടോ ഇൻറ്റു 0.93 കിട്ടും. അതായിരിക്കും എൻ ഫാക്ടർ. ദാറ്റ്സ് ഇറ്റ്.